ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പർപ്പിളിൽ നിന്ന് ഒരു പുതിയ പാർസൽ വന്നിട്ടുണ്ട്. സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം പ്രോഡക്റ്റ്സ് ഒക്കെ തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തതാണ്. ഫസ്റ്റ് തന്നെ ഇതാ പർപ്പിളിൻ്റെ ബില്ലാണുള്ളത്. പർപ്പിളിൻ്റെ പാക്കേജിങ് ഒരു രക്ഷയില്ലാത്ത പാക്കേജിങ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഇതിൽ കവർ ചെയ്തിട്ടാണ് പർപ്പിളിൻ്റെ എല്ലാ പ്രോഡക്ട്സും വരുന്നത്. പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം ഇങ്ങനെ ഡാമേജ് ആവാനൊന്നും ഒരു ചാൻസും ഇല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്ന സാധനം ഇത് കണ്ടല്ലേ, 4% നയാസിനമൈഡ് അണ്ടർ ഐ ജെല്ലാണ് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. ഓൾറെഡി എനിക്ക് നല്ലോണം ഡാർക്ക് സർക്കിൾ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പുതിയ യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയതുകൊണ്ട് കുറച്ചധികം സമയം ഫോണിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ ഡാർക്ക്നെസ്. അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഡെർമഡോക്കിൻ്റെ ആണ് കേട്ടോ. ബ്രൈറ്റൻ ആൻഡ് സൂത്ത് ദ അണ്ടർ ഐ ഏരിയ വിത്ത് ടാർഗറ്റഡ് കെയർ എന്നാണ് എഴുതിയേക്കുന്നത്. നയാഗ്ലോ അണ്ടർ ഐ ജെൽ എന്നാണ് കേട്ടോ. അതായത് ഡെർമഡോക്കിൻ്റെ 4% നയാസിനമൈഡ് നയാഗ്ലോ അണ്ടർ ഐ ജെൽ എന്നാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് 395 രൂപയാണ് കേട്ടോ MRP. പക്ഷേങ്കിൽ നമ്മൾ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഡിസ്കൗണ്ടിൽ കിട്ടും. ഇതിൻ്റെ റേറ്റ് 299 ആണ് കേട്ടോ. അതായത് MRP 395, പക്ഷെ നമ്മൾക്ക് കിട്ടിയേക്കുന്ന റേറ്റ് 299 ആണ്. അപ്പം ഇത് ഇനി തൊട്ട് നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. എനിക്ക് നൈറ്റ് സ്കിൻ കെയർ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കടുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ തക്കട് വന്നിട്ട് അമ്മയുടെ മുഖത്തൊന്ന് പറഞ്ഞിട്ട് വരും, അവളുടെ മുഖത്തും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇനി തൊട്ട് നൈറ്റ് സ്കിൻ കെയറും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇത് അഴിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അടുത്തതൊരു സൺസ്ക്രീനാണ്. ഇതും എഗെയിൻ ഡെർമഡോക്ക് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് പൊട്ടിക്കാനായിട്ട് പാക്കേജിങ് ഉണ്ടോ, നല്ലൊരു സൂപ്പർ പാക്കേജിങ് ആണ് കേട്ടോ. അതുകൊണ്ട് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടോ, പാക്കേജിങ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പാക്കേജിങ് ആണ്. സാധാരണ വരുന്നതല്ല കണ്ടോ, ഇങ്ങനൊരു ബോക്സ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ട്യൂബ് വരുന്നത്, സൺസ്ക്രീൻ്റെ ഈ ട്യൂബ് വരുന്നത്. ഇത് കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സൺസ്ക്രീനാണ് കേട്ടോ ഈ ഡെർമഡോക്കിൻ്റെ. ഇതും 4% നയാസിനമൈഡാണ് വിത്ത് SPF 50 PA+++ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവർ എഴുതിയിട്ടുണ്ട് ബാലൻസസ് അൺഈവൻ സ്കിൻ ടോൺ ആൻഡ് ലീവ്സ് ആൻഡ് ഇൻസ്റ്റൻറ്റ് റേഡിയൻറ്റ് ഗ്ലോ എന്നാണ്. പർപ്പിൾ ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. അതായത് ഒരു പർപ്പിൾ കളറാണ്. ഞാൻ ഇതിൻ്റെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇത് അറിയില്ല, അൺഈവൻ സ്കിന്നൊക്കെ ബാലൻസ് ആക്കുമെന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്ന സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്നല്ല, ഞാൻ ഡെർമഡോക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ റേറ്റ് 425 രൂപയാണ് കേട്ടോ. എത്രയാണ്, 50 ഗ്രാം പ്രോഡക്റ്റിന് 425 രൂപയാണ്. അപ്പം നമുക്കിത് ഡിസ്കൗണ്ടിൽ കിട്ടിയേക്കുന്നത് 357 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം അടുത്ത പ്രോഡക്റ്റ് ഇതാണ് സൺസ്ക്രീനൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്, പ്ലമ്മിൻ്റെ. അത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അടുത്തത് ഞാനൊരു സെറമാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഡെർമഡോക്കിൻ്റെ തന്നെയാണ്. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചേക്കുന്ന എല്ലാം ഡെർമഡോക്കാണല്ലോ. അപ്പോൾ ഇത് 2% ആൽഫ ആർബൂട്ടിൻ ഫേസ് സെറമാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള സെറമാണ് കേട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ആൽഫ ആർബൂട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്കിൻ കൺസേൺ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ MRP 325, അതായത് 325 രൂപ. നമുക്ക് കിട്ടിയേക്കുന്നത് 241 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പർപ്പിളിൽ നിന്ന് എപ്പോൾ വാങ്ങിച്ചാലും നമുക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റെല്ലാം എന്ത് ചെയ്യും, കാർട്ടിലിട്ട് വയ്ക്കും.
കാർട്ടിലിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ വരുമല്ലോ, ഓഫർ സെയിലൊക്കെ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് പർച്ചേസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് നല്ലോണം ഇപ്പം MRP ഒരു 2000 രൂപ വരുന്ന പ്രോഡക്റ്റാണ്, നമുക്കൊരു 1500 രൂപ കിലോയ്ക്ക് എന്തായാലും കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ കുറേ ഫ്രീ പ്രോഡക്ട്സും കിട്ടും. അതാണ് പർപ്പിളിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം അടുത്തത് ഫേസ് വെയറാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എന്താണ്, അത് കുറച്ച് ഫ്രീ പ്രോഡക്ട്സ് ആണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പർപ്പിളിൽ നിന്ന് എല്ലാ സാധനം വാങ്ങിക്കുമ്പോൾ ഫ്രീ പ്രോഡക്ട്സ് കിട്ടും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ കവർ വെച്ച് വരണമെങ്കിൽ വലിയ പാടാണ്. ഇത് എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ തന്നെയാണ് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഡേംഡോക്കിൻ്റെ മോയ്സ്ചറൈസർ. ഞാൻ എന്തോ നോക്കിയില്ല. ഡേംഡോക്കിൻ്റെ പ്രോഡക്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ വാങ്ങി. മോയ്സ്ചറൈസർ ഞാൻ കുറേ നാളായിട്ട് പ്ലമ്മ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ സ്കിൻ കെയർ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലമ്മ് കേട്ടോ. സെയിം അത് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 525 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. അത് നമുക്ക് കിട്ടിയേക്കുന്നത് കാണാനില്ലല്ലോ, 457 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഈ 4 പ്രോഡക്റ്റ്സാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. എല്ലാം തന്നെ നയാസിനമൈഡാണ് കേട്ടോ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇത് മാത്രമേ ഉള്ളൂ, സെറം മാത്രമേ ഉള്ളൂ ആൽഫ ആർബോട്ടിൻ്റെ. അപ്പോൾ മേടിച്ചേക്കുന്ന മോയ്സ്ചറൈസർ, സെറം, പിന്നെ സൺസ്ക്രീൻ. പിന്നെ ഞാൻ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ഐ ജെല്ലാണ് കേട്ടോ. ഇത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വാങ്ങിയതാണ്. നോക്കാം ഡാർക്ക് സർക്കിൾ വല്ല കുറവുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വർക്ക് ആവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഈ സെയിം പ്രശ്നം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. പിന്നെ നമുക്കുള്ളത് കുറച്ച് ഫ്രീ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഫ്രീ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അവർ കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനും ഫ്രീ പ്രോഡക്ട്സിൽ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് സെലക്ട് ചെയ്ത് വാങ്ങിക്കാറ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് പാക്കാണ്. പിന്നെ നമുക്ക് പൈസ മുടക്കില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വലുത് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഫ്രീ പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാറ് കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ ഗുഡ് വൈബ്സിൻ്റെ ഹെയർ ഗ്രോത്ത് കണ്ടീഷണറാണ് കേട്ടോ. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള പാക്കേജ് അല്ലേ. റോസ്മേരി ആണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഹെയർ ഗ്രോത്ത് കണ്ടീഷണറാണ്. അപ്പോൾ ഞാനൊരു കണ്ടീഷണറാണ് വാങ്ങിച്ചേക്കുന്നത്. കണ്ടോ. അടുത്തത് ഈ പ്രാവശ്യം ഞാൻ ഫ്രീ പ്രോഡക്ട്സ് എല്ലാം പല പല സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത്. സാധാരണ ഞാൻ ഫ്രീ പ്രോഡക്ട്സ് ഇപ്പം സെറം ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആ സെറത്തിൻ്റെ തന്നെ മിനി ഉണ്ടാവും ഫ്രീ പ്രോഡക്ട്സ് ആയിട്ട്. അപ്പം അതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സെറമായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ 2 എന്തോ മിനി ഞാൻ ഫ്രീ പ്രോഡക്ട്സിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം തന്നെ. ഈ പ്രാവശ്യം ഞാൻ പല പല സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത്. അടുത്തതും ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ് എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷ്. കാണാം ക്ലിയർ ആയിട്ട്. കണ്ടോ, ബോഡി വാഷാണ് കേട്ടോ ഇത്. ഇത് പിന്നെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷാണല്ലോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, വിത്ത് പീച്ച് ആൻഡ് പപ്പായ എക്സ്ട്രാക്റ്റ്. അതായത് എക്സ്ഫോലിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം വർക്ക് ചെയ്യുമല്ലോ എന്നുള്ളത്. പിന്നെ അടുത്തത് ഡേംഡോക്കിൻ്റെയാണ് കേട്ടോ. ഇതൊരു സൺസ്ക്രീനാണ്. സൺസ്ക്രീനിൻ്റെ മിനി, അതായത് നമ്മുടെ ഫ്രീ ബീസാണ്. ഇത് എന്തിൻ്റെ സൺസ്ക്രീൻ ആണെന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഡേംഡോക്കിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ ഇത് ആ വേരിയൻ്റ് അല്ല കേട്ടോ, ഇത് വേറൊരു വേരിയൻ്റ്. പക്ഷേ എന്താണെന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. ഇത് 4% നയാസിനമൈഡ് തന്നെയാണ്. സെയിം തന്നെയാണ് കേട്ടോ. അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ ഉണ്ടല്ലോ, അതായത് ഞാൻ വാങ്ങിച്ച ആ സെയിം സൺസ്ക്രീനിൻ്റെ തന്നെ മിനിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി മറന്നു പോയായിരുന്നു ഇത് ഏതാ വേരിയൻ്റ് എന്നുള്ളത്. വേറൊരു വേരിയൻറ്റ് സെലക്ട് ചെയ്തിട്ടായിരുന്നു എനിക്ക് ഓർമ്മ. പക്ഷേങ്കിൽ അല്ല, ഇത് സെയിം തന്നെയാണ് കേട്ടോ. സെയിം ഈ മേടിച്ചേക്കുന്ന സൺസ്ക്രീനിൻ്റെ തന്നെ മിനിയാണിത്. പിന്നെ അടുത്ത നമ്മുടെ ഫ്രീ ബീസ് വന്നേക്കുന്ന പ്ലമ്മിൻ്റെ ഇപ്പം ഞാൻ മേടിച്ച പ്ലമ്മിൻ്റെ തന്നെ മോയ്സ്ചറൈസർ. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ പ്ലമ്മിൻ്റെ എന്ത് പ്രോഡക്റ്റ് മേടിച്ചാലും ഇത് തന്നെയായിരുന്നു സെലക്ട് ചെയ്യാനായിട്ട്. ബാക്കി ഞാൻ എടുത്തേക്കുന്ന ഈ 3 ഫ്രീ പ്രോഡക്റ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിൽ നമുക്കങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സെയിം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. മോയ്സ്ചറൈസറാണ് കേട്ടോ. അതായത് ഈ മോയ്സ്ചറൈസറിൻ്റെ മിനിയാണിത്. കണ്ടോ, വളരെ കുഞ്ഞി പാക്കേജാണ്. 7 ഗ്രാമാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഞാൻ ഈ പ്രാവശ്യം പ്ലമ്മിൽ നിന്ന്
പ്ലമ്മിൽ നിന്നല്ല, പുറപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന സാധനം. എപ്പോഴും ഈ പ്ലം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലം എന്ന് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലത്തെ സെറംസൊക്കെ, അതായത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഒന്ന് സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് നമ്മൾ ഡേ ടൈമിൽ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൺ ടാൻ ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ആൽഫ ബ്യൂട്ടീനാണ്, അതുപോലെ തന്നെ കോജിക് ആസിഡോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, അങ്ങനെ പല പല ഇൻഗ്രീഡിയൻസ് ഉള്ളതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് യൂസ് ചെയ്താലും നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്കിൻ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് പ്ലമ്മിൻ്റെ സെറം യൂസ് ചെയ്തിട്ട് ഫേസ് ഡാർക്കൻ ആവുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതെന്താ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ആക്റ്റീവ്സ് നമ്മൾ ഫേസിലോ നമ്മുടെ സ്കിന്നിലോ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലോണം ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പം നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ടാൻ ആവാനാണ് വഴി. കാരണം എന്താണെന്ന് വെച്ചാൽ, നയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനുള്ള ഒരു ഏജൻറ്റാണ്. അപ്പോൾ നയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുക ഡാർക്കൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉണ്ടല്ലോ ഈ തുടക്കക്കാരുണ്ടല്ലോ, അതായത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു 5% വരുന്നത് യൂസ് ചെയ്യുക. ഇപ്പോൾ നയാസിനമൈഡ് ആണെങ്കിൽ 5% ഉണ്ടാവും, എല്ലാ ബ്രാൻഡിനും ഉണ്ടാവും. അതുപോലെ തന്നെ 10% ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ 5% യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് ഓക്കെ, നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് 10% യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നയാസിനമൈഡൊക്കെ ആണെങ്കിൽ 10% ആണ്. കാരണം ഞാൻ കുറച്ചായല്ലോ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ചായി. അപ്പം എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ആക്റ്റീവ്സ് ആണെങ്കിലും 5% വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെയാണ് സ്കിൻ കെയർ പറയാനുള്ളത്. ഇനി ഇത് പുതിയതായിട്ട് നൈറ്റ് സ്കിൻ കെയറും കൂടെ കറക്റ്റായിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്താലാണ് നമ്മുടെ ഈ സ്കിന്നിലുള്ള പ്രോബ്ലംസൊക്കെ ഒന്ന് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ ആണ്, അതിനുള്ള ക്രീംസ് ആണെങ്കിലും സെറംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ നൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അടുത്ത വീഡിയോയിൽ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്